ഇത് കാലത്തിന്റെ നിലവറയിൽ വിസ്മൃതിയുടെ ഇരുളിൽ പുതഞ്ഞുകിടന്ന ഗണിത, ജ്യോതിശാസ്ത്ര, വൈജ്ഞാനിക മേഖലകളിൽ കേരളത്തിന്റെ അമൂല്യങ്ങളായ സംഭാവനകൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ കഥയാണ്. മാധവൻ താൻ ചമച്ചുള്ള വേണുആരോഹത്തിനച്യുതൻ ഭാഷാവ്യാഖ്യാനമുണ്ടാക്കി നേത്രനാരായണാജ്ഞയ നേത്രനാരായണാജ്ഞയ. മാധവൻ താൻ ചമച്ചുള്ള വേണുആരോഹത്തിനച്യുതൻ ഭാഷാവ്യാഖ്യാനമുണ്ടാക്കി നേത്രനാരായണാജ്ഞയ നേത്രനാരായണാജ്ഞയ. ഗുരുനാം ചരണാംബോജ പരാഗപരമാണവ മനോമുകുരം അസ്മാകം പുനീരുക അനുവാസരം. ശ്രീ ഭവതു മേ ദേവ ശിവശിതാംശുശേഖര തദ്ദേവ തത്സുതോപ്യസ്തു വിഘ്നോ വിഘ്നോപശാന്തയേ. ശ്രീ ഭവതു മേ ദേവ ശിവശിതാംശുശേഖര തദ്ദേവ തത്സുതോപ്യസ്തു വിഘ്നോ വിഘ്നോപശാന്തയേ. അനന്തതയ്ക്ക് അഗ്രഗണ്യമായ സ്ഥാനം നൽകി ഗണിതശാസ്ത്ര ലോകത്തിന് വേറിട്ടൊരു പാത വെട്ടിത്തെളിയിച്ച മഹത് വ്യക്തിത്വമാണ് സംഗമഗ്രാമ മാധവൻ എന്ന മാധവാചാര്യൻ. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുമാണ് മാധവം എന്ന ഈ ഡോക്യുമെന്ററി പ്രതിപാദിക്കുന്നത്. പൊതുസമൂഹത്തിന് മാധവാചാര്യനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ചും കൂടുതൽ അവബോധം ജനിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മാധവം എന്ന ഈ ഡോക്യുമെന്ററി കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുളാധിഷ്ഠിതത്വേന വിഹാരോ യോ വിശേഷ്യതേ ഗൃഹനാമിനി സോയം സ്യാത് നിജനാമിനി മാധവ നിജനാമിനി മാധവ. സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ആ നാമധേയത്തിൽ സംഗമഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രാമങ്ങളുടെ സംഗമം, അങ്ങനെ സംഗമഗ്രാമം. ഉള്ളൂർ ഇതിന് വേറൊരു വ്യാഖ്യാനം കൂടെ പറയുന്നുണ്ട്. സംഗമഗ്രാമ മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗമേശ്വരന്റെ ഗ്രാമത്തിലുള്ള മാധവൻ. സംഗമേശ്വരൻ എന്ന് പറയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രം, പ്രസിദ്ധമായ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പരദേവതയായ ഭരതനാണ് സംഗമേശ്വരൻ. അപ്പോൾ സംഗമേശ്വര ഗ്രാമത്തിലെ മാധവൻ, ഇരിങ്ങാലക്കുടയിലെ മാധവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുളം എന്നാൽ ഇരഞ്ഞിയും, വിഹാരം ബുദ്ധ ജൈനമതത്തിൽ പള്ളിയുമാണ്. ഈ ആചാര്യന്റെ ഗൃഹനാമം ഇരഞ്ഞു നിന്ന പള്ളി എന്നും നാമം മാധവൻ ആണെന്നും 13-ാം ശ്ലോകത്തിൽ നിന്ന് ഗ്രന്ഥകർത്താവിന്റെ പേരും ജന്മഗൃഹവും സംശയാതീതമായി മനസ്സിലാക്കാവുന്നതാണ്. ഇദ്ദേഹം സംഗമഗ്രാമ മാധവൻ എന്നും അറിയപ്പെടുന്നു എന്ന് ഉള്ളൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഗണിതശാസ്ത്ര ലോകത്തിന് അമൂല്യങ്ങളായ സംഭാവനകൾ നൽകിയ സംഗമഗ്രാമ മാധവൻ എന്ന ആചാര്യന്റെ ഇല്ലം ഇന്ന് പുനരുദ്ധരിക്കേണ്ടതാണ്. മാധവാചാര്യന്റെ ഉപാസനാമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രവും ഇല്ലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം വാനനിരീക്ഷണത്തിനും പുസ്തകരചനയ്ക്കും വേണ്ടി ഉപയോഗിച്ചിരുന്ന കരിങ്കൽ പീഠവും കാണാം. സംഗമഗ്രാമ മാധവാചാര്യന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും പഠനങ്ങളെപ്പറ്റി ആദ്യമായി പാശ്ചാത്യ ലോകം അറിയുന്നത് ചാൾസ് ഫിഷ് എന്ന ഇംഗ്ലീഷുകാരൻ 1825 ട്രാൻസാക്ഷൻസ് ഓഫ് ദ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ വഴിയാണ്. ഇതാണ് ഈ രണ്ട് ഗ്രാനൈറ്റ് സ്ലാബ്സ് ആണ്. പണ്ട് സംഗമഗ്രാമ മാധവൻ അദ്ദേഹത്തിന് മെഡിറ്റേഷന് വേണ്ടിയും ആകാശത്ത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കണ്ട് അതിൻ്റെ ആകാശത്ത് ഓരോ പൊസിഷൻസ് പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നത്തെ ഒബ്സർവേഷണൽ അസ്ട്രോണമി എന്ന് പറയുന്നത് ശരിക്ക് ആകാശത്തിലേക്ക് നോക്കി വാനനിരീക്ഷണം, ഓരോ പ്ലാനറ്റിൻ്റെയും പൊസിഷൻ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഉദിച്ചു വരുന്നോണം വരെ അതിൻ്റെ പൊസിഷൻ നോക്കുക. അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും പൊസിഷൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒബ്സർവേഷൻ അസ്ട്രോണമി. ഡേറ്റ കിട്ടി, അതനുസരിച്ചിട്ട് ഒരു ദിവസത്തിൻ്റെ പകുതി ഓർബിറ്റിൻ്റെ ആ ഭാഗം കിട്ടി. പിന്നെ അത് എക്സ്ട്രാപ്ലേഷൻ വെച്ചിട്ട് ബാക്കി ചെയ്യുക. അങ്ങനെയാണ് ഫിസിക്സിൽ അല്ലെ മാത്തമാറ്റിക്സിലെ മെക്കാനിക്സിൻ്റെ ആ സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് നമുക്ക് അന്നേരം ഈ പ്ലാനറ്റിൻ്റെ വേഗത എത്രയാണ്, ഓരോ സമയത്തെയും പൊസിഷൻ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോമുലയും മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സുമാണ് സംഗമഗ്രാമ മാധവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. ഗണിതശാസ്ത്രജ്ഞരായ ജെയിംസ് ഗ്രിഗറി, ലിബ്നിറ്റ്സ്, ഐസക് ന്യൂട്ടൺ തുടങ്ങിയവർ ജീവിച്ചിരുന്നത് സംഗമഗ്രാമ മാധവന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. 1950കളിൽ ശ്രീ സി രാജഗോപാലൻ, പ്രൊഫസർ കെ വി ശർമ്മ തുടങ്ങിയവരുടെ പഠനങ്ങൾ വഴിയാണ് ഇരിങ്ങാലക്കുടയിലെ ഘടദീപമായിരുന്ന മാധവനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും ലോകം ഇന്ന് അറിയുന്നത്. ഭാരതത്തിൻ്റെ ഈ ഗണിതശാസ്ത്ര, ജ്യോതിശാസ്ത്ര അതിൻ്റെ പൈതൃകം റിട്ടേൺ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 8th സെഞ്ചുറി BC മുതലാണ്. 8ാമത്തെ സെഞ്ചുറി മുതൽ 5ാമത്തെ സെഞ്ചുറി വരെ ഏകദേശം 300 വർഷക്കാലം പരന്നു കിടന്ന ആ സമയത്ത് ധാരാളം ഗണിതശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരെല്ലാം ശുൽബകാരന്മാർ എന്നാണ് പറയുക. അവരെഴുതിയ ഗ്രന്ഥങ്ങൾക്ക് ശുൽബസൂത്രം എന്ന് പറയും. ശരിക്കും അവരൊക്കെ സർവേയർമാരാണ്. ഇപ്പം ഒരു പ്രതലം മുഴുവൻ ഏരിയ കവർ ചെയ്യുക, ഒരു ഹോമകുണ്ടം ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പല തരത്തിലുള്ള ഇഷ്ടിക വെച്ച്, അങ്ങനെ ജോമെട്രിക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ട ഹാൻഡ് ബുക്ക്, അതാണ് ശുൽബസൂത്രം എന്ന് പറയുന്നത്. അതായത് സർവേയേഴ്സ് ബുക്ക്. ശരിക്ക് അതിൻ്റെ സിദ്ധാന്തം അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ജോമെട്രി. ശുൽബസൂത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശുൽബസൂത്രം എന്ന് പറഞ്ഞാൽ, ശുൽബം എന്ന് പറഞ്ഞാൽ ചരട്, ഒരു ചരടും ഒരു 7 അടി നീളമുള്ള ഈ മുളവടി, ഈ 2 ഉപകരണം ഉപയോഗിച്ചിട്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ജോമെട്രിക്കൽ ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു സൂത്രം. അതിനെ എങ്ങനെ ചെയ്യാം, അതാണ് ശുൽബസൂത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ അറിവിൽ വളരെ പ്രസിദ്ധരായ ശില്പകാരന്മാർ കാത്യായനൻ, വാമദേവൻ, മാനവൻ, ഇങ്ങനെയുള്ള 3-4 പേരുള്ളത്. അവർ 8th സെഞ്ചുറി BC ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അതിൽ ജോമെട്രി ആയതുകൊണ്ട് തീർച്ചയായിട്ടും പൈതോറസ് തിയറം ഉണ്ടായിരിക്കാൻ പറ്റില്ല. അപ്പം ആദ്യമായിട്ട് A² + B² = C² എന്ന് പറയുന്നത് വരുന്നത് ഈ ശുൽബസൂത്രത്തിലാണ്, 8ാം സെഞ്ചുറിയിൽ. പക്ഷേ നമ്മളറിയുന്നത് പൈതോറസ് തിയറമായിട്ടാണ്. പൈതോറസ് 5th സെഞ്ചുറി BC ആണ്. അതായത് പൈതോറസിന് 300 വർഷം മുമ്പ് ഇന്ത്യയിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ
ഇത്ര നീണ്ട കാലയളവിൽ ഇന്ത്യയിൽ നിലനിന്നു പോരുന്നിരുന്ന ഈ ഗണിത ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങൾ നമ്മളെല്ലാം മറന്നുപോയി, അന്യം നിന്നുപോയി. അതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ വെസ്റ്റേൺ ഡയറക്റ്റഡ് എഡ്യൂക്കേഷനാണ്. അത് ഗ്രീക്ക് ലാറ്റിൻ ഫിലോസഫിയിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഗ്രീക്ക് മാത്തമെറ്റീഷ്യൻ യൂക്ലിഡാണ് ആദ്യമായിട്ട് ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ജോമെട്രി, യൂക്ലിഡിൻ്റെ ജോമെട്രി ഉണ്ട്. അപ്പോൾ ഈ യൂക്ലിഡാണ് ആദ്യമായിട്ട് A² + B² = C² എന്നത് പൈതോറസിൻ്റെ ആണ് എന്ന്. അപ്പം പൈതോറസ് പോലും അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. യൂക്ലിഡാണ് പറയുന്നത് പൈതോറസ് സിദ്ധാന്തം. പിന്നീടാണ് നമ്മളിങ്ങനെ പൈതോറസ് സിദ്ധാന്തം എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് 300 വർഷം മുമ്പ്, പൈതോറസ് 300 വർഷം മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നറിയുന്നത് തന്നെ ഏകദേശം 1960-കൾക്ക് ശേഷമാണ്. കാരണം അതുവരെ ഇത് മാനുസ്ക്രിപ്റ്റ്സ് അതൊക്കെ ആരും കാണാതെ അന്യം നിന്ന് പോയിരിക്കുകയാണ്. ഇപ്പം KV ശർമ്മ എന്ന് പറയുന്നൊരു മാത്തമെറ്റീഷ്യൻ, സാൻസ്ക്രിറ്റ് സ്കോളർ, അദ്ദേഹം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ മാത്തമെറ്റിക്സിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഈ പലയിടത്തും ഇങ്ങനെ കൈവശം വെച്ചിരുന്ന മാനുസ്ക്രിപ്റ്റ്സ് കണ്ടെത്തി ഡെസിഫർ ചെയ്തിട്ട് ഈ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് യൂറോപ്പിൽ നിന്നാണ് ജ്ഞാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വാസ്തുവിദ്യ മുതൽ ആനചികിത്സ വരെയുള്ള നാട്ടുവിജ്ഞാന പാരമ്പര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ഗണിത ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ പ്രാചീന നിർമ്മിതികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് മനുഷ്യൻ്റെ പ്രജ്ഞയിൽ നിന്ന്, യുക്തിയിൽ നിന്ന് ഉടലെടുത്തതായിട്ടുള്ള മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം എന്ന് പറയുന്ന വിദ്യയായിരുന്നു. നമ്മൾ കിണർ കുഴിക്കുന്നതിനും കുളങ്ങൾ ഉണ്ടാക്കുന്നതിനും വലിയ വാസ്തുരൂപങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ തന്നെ ഗണിതവിദ്യയുടെ സൂക്ഷ്മമായിട്ടുള്ള സമ്പ്രദായങ്ങൾ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊടുങ്ങല്ലൂരിനടുത്ത് അന്നത്തെ വിജ്ഞാന കേന്ദ്രങ്ങൾക്കടുത്ത് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് ജീവിച്ചിരുന്ന സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ആളുടെ സംഭാവന. അച്യുത പിഷാരടിയാണ് ഈ വേണു ആരോഹത്തിൽ മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ. അപ്പോൾ KV ശർമ്മയാണ് അത് ആദ്യമായിട്ട് കണ്ടെത്തി. പിന്നെ ശ്രീരാമവിലാസം പ്രസ് ഇവിടുത്തെ കൊല്ലത്തെ അവർ പ്രിന്റ് ചെയ്ത് അത് ഈ തൃപ്പൂണിത്തുറ മാൻസ്ക്രിപ്റ്റ് ലെവലിലേക്ക് കൊടുക്കുകയായിരുന്നു ഇത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗമഗ്രാമ മാധവൻ മുതൽ ഏകദേശം 1350 മുതൽ 1900 വരെ ഇവിടെ ഇടമുറിയാതെ നിന്നൊരു ഗുരുശിഷ്യ പരമ്പരയുണ്ടായിരുന്നു. സംഗമഗ്രാമ മാധവന്റെ പ്രഥമ ശിഷ്യരിൽ അഗ്രഗണ്യനാണ് വാടശ്ശേരി പരമേശ്വരൻ. അദ്ദേഹത്തിൻ്റെ ദൃഗണിതം എന്ന ഗ്രന്ഥം ജ്യോതിശാസ്ത്ര മേഖലയിൽ പ്രസിദ്ധമാണ്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നീലകണ്ഠ സോമയാജിയും ജ്യേഷ്ഠദേവനും ഗണിത ജ്യോതിശാസ്ത്ര മേഖലയിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നീലകണ്ഠ സോമയാജിയുടെ തന്ത്രസംഗ്രഹവും ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷയും പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങളാണ്. ജ്യേഷ്ഠദേവന്റെ യുക്തിഭാഷ മലയാളത്തിൽ രചിച്ച കൃതിയാണ്. സംഗമഗ്രാമ മാധവന്റെ വേണുആരോഹത്തിന് മലയാള പഠനം നടത്തിയത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അച്യുത പിഷാരടിയാണ്. 4 തലമുറയുടെ ഗണിതശാസ്ത്ര പഠന ശൃംഖലയുടെ അവസാനത്തെ കണ്ണി 1775-1839 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശങ്കരവർമ്മനായിരുന്നു. അദ്ദേഹത്തിൻ്റെ
പ്രസിദ്ധമായ കൃതിയാണ് സദ്രത്നമാല. ഇത്രയും ഒരു ഇടമുറിയാതെ നിന്നിരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പര നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തുണ്ടായിരുന്നു. ഈ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാറി ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ബാക്കിയുള്ളവരൊക്കെ തൃത്താല, തൃക്കണ്ടിയൂര്, പൊന്നാനി ആ ഭാഗത്ത് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. സംഗമഗ്രാമമാധവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്നാണ് ട്രിഗ്നോമെട്രിയിലെ സൈൻ പട്ടിക. ഇതിൽ അദ്ദേഹം അന്ന് കേരളത്തിൽ മാത്രം നിലനിന്നിരുന്ന കടവയാതി എന്ന് പറയുന്ന ഒരു സംഖ്യാ സമ്പ്രദായം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് കടവയാതി സിസ്റ്റം എന്ന് നോക്കാം. ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന വരരുചി ആണ് കടവയാതി സിസ്റ്റം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കടവയാതി എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ സംഖ്യകളെ പ്രതിനിധീകരിക്കാം എന്നുള്ളൊരു സൂത്രവാക്യമാണ്. സംഗമഗ്രാമമാധവന്റെ ഏറ്റവും പ്രസിദ്ധമായ സംഭാവനകളിൽ വേറിട്ടുള്ള ഒരു സംഭാവനയാണ് പൈ എന്ന് പറയുന്ന ഇറാഷണൽ നമ്പറിന്റെ മൂല്യം 14 ഡിജിറ്റിന്റെ ആക്യുറസിയിൽ കണ്ടെത്തുക എന്നുള്ളത്. പൈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വൃത്തത്തിന്റെ പരിധിയും വ്യാസവും തമ്മിലുള്ള റേഷ്യോ. ഇത് ഒരു വേറിട്ടൊരു സംഖ്യാ സമ്പ്രദായത്തിലാണ് സംഗമഗ്രാമമാധവൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭൂതസംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ ഭൂതസംഖ്യ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അചരങ്ങളായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളും ഗുണങ്ങളും പ്രതിഭാസങ്ങളും അതിനെ നമുക്ക് സംഖ്യകളായിട്ട് പ്രതിനിധീകരിക്കാൻ കഴിയും. ഇരിങ്ങാലക്കുടയാണ് സംഗമഗ്രാമമാധവന്റെ ജന്മസ്ഥലം എന്ന് ആദ്യമായിട്ട് ഒരു തെളിവുണ്ട്. ഇദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുസ്തകം വേണുവാരോഹം എന്ന് പറയും. വേണു എന്ന് പറഞ്ഞാൽ മുള, വേണുവാരോഹം എന്ന് പറഞ്ഞാൽ ഈ മുളയേണിയിൽ കൂടെ കയറുന്നത് പോലെ. ഇപ്പം നമുക്കറിയാം മുളയേണിയിൽ കൂടെ കയറുന്നത് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയാണ് കയറി പോകുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ ടെക്നിക്, ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക് ഉപയോഗിച്ചിട്ട് 2 മണിക്കൂർ ഇടവിട്ട് ചന്ദ്രൻ ആകാശത്ത് ചന്ദ്രന്റെ പൊസിഷനും അതിന്റെ താത്കാലിക ഗതിയും ഇൻസ്റ്റന്റിയസ് സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്ക് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് വരാനുള്ള കാരണം ഒരു ഭാഗം ഡേ ടൈം ആണെങ്കിൽ മറ്റേത് നൈറ്റ് ടൈം ആയിരിക്കും. ഡേ ടൈം നൈറ്റ് ടൈം ഇങ്ങനെ എന്ന് പറയുന്നത്. അപ്പം ഈ മുളയണിയിൽ കൂടെ കയറി പോകുന്ന അതേ ഒരു ഇമേജ് അവിടെ കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം വേണുവാരോഹം എന്ന് പറഞ്ഞ പേര് അതിന് കൊടുക്കുന്നത്. ഇതിനൊരു വളരെ പ്രാധാന്യമുണ്ട്. കാരണം സാധാരണ ഈ അതുവരെയും വരരുചി മുതൽ ഏകദേശം 1000-ഓളം വർഷക്കാലം ചന്ദ്രന്റെ സ്പീഡും അല്ലെങ്കിൽ പൊസിഷനും കാൽക്കുലേറ്റ് ആവറേജ് വെച്ചിട്ടാണ് വൈകിട്ട് 6 മണിക്ക് സമയത്ത്, അപ്പം പിറ്റേ ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ എവിടെയായിരിക്കും ആവറേജ് കണ്ടുപിടിക്കും. പക്ഷേ നമുക്കറിയാം ചന്ദ്രന്റെ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ മൂവ്മെന്റ് റെഗുലർ അല്ല. ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ, ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞ്. കാരണം അതിൻ്റെ ഈ ചന്ദ്രന്റെ അപ്പോജി പെരിജി, അതായത് ഓർബിറ്റിന്റെ നിയറസ്റ്റ് ആൻഡ് ഫാർദസ്റ്റ് പോയിന്റ് ഫ്രം ദി എർത്ത്, അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചന്ദ്രന്റെ മൂവ്മെന്റ് കാണാം. ഇത്തരം മൂവ്മെന്റ് വീനസിനും ഉണ്ട്. ഇതിനൊക്കെ വക്രഗതി എന്നാണ് പറയുക. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണുന്നത് ഭൂമിയെ ബേസ് ചെയ്തിട്ടാണ്. ഒബ്സർവേഷൻസ് ആർ ജിയോസെൻട്രിക്. അപ്പം പക്ഷേ ജിയോസെൻട്രിക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഓർബിറ്റ് കണക്കാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതേസമയം അതിനു പകരം സൂര്യനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ വളരെ സിമ്പിളാണ്. സോ ദാറ്റ് നമുക്ക് വളരെ സിമ്പിൾ സർക്കുലർ എലിപ്റ്റിക്കൽ ഓർബിറ്റായിട്ട് കിട്ടും. പക്ഷേ സൂര്യനെ ബേസ് ചെയ്തിട്ട് ഒബ്സർവേഷൻ പറ്റില്ല. ഒബ്സർവേഷൻ എപ്പോഴും ജിയോസെൻട്രിക് ആയിരിക്കും. അപ്പോൾ ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സൂര്യനെ കേന്ദ്രീകരിച്ചായിരിക്കണം, ഹീലിയോസെൻട്രിക് ആയിരിക്കണം. അതിനുള്ളൊരു മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അതാണ് നീലകണ്ഠ സോമയാജി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ജിയോസെൻട്രിക് ഡേറ്റയെ എങ്ങനെ ഹീലിയോസെൻട്രിക് ഡേറ്റയാക്കി മാറ്റാം. സംഗമഗ്രാമമാധവാചാര്യന്റെ ഇപ്പോഴത്തെ കണ്ണിയിലെ ഒരു അംഗമായിട്ടുള്ള എൻ്റെ പേര് രാജ്കുമാർ നമ്പൂതിരി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുടർയിൽപ്പെട്ട
2 സെക്ഷനായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് തറവാട് അവിടെ അപ്പുറത്തും പിന്നെ ഇവിടെയായിട്ട് ഉള്ള അംഗങ്ങളാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ശിലകളിൽ വച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ദേവനെ ഉപാസിക്കുകയും അതിനുശേഷം ഉള്ള സമയത്ത് തൻ്റെ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സംഗമഗ്രാമ മാധവന്റെ പിൻതലമുറക്കാർ ഇപ്പോഴും കല്ലേറ്റിൻകരയിൽ ഇരിങ്ങാലപ്പള്ളി എന്ന ഗൃഹത്തിൽ ജീവിച്ചിരിക്കുകയാണ്. 300-400 വർഷം മുമ്പ് തന്നെ ഗണിതശാസ്ത്രത്തിനെ കുറിച്ച് ധാരാളം സൂത്രവാക്യങ്ങളും മറ്റും കണ്ടെത്തിയ സംഗമഗ്രാമ മാധവന്റെ ഈ അദ്ദേഹം ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഉൾക്കൊള്ളുന്ന ഈ അമ്പലം ക്ഷേത്രം വളരെ പുണ്യക്ഷേത്രമാണ്. ഇത് വേറൊരു പ്രശ്നമുള്ളത് പൊതുജനങ്ങളോ അതല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളോ ഈ അമ്പലത്തിന്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് അതല്ലെങ്കിൽ സംഗമഗ്രാമ മാധവൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് അത്തരം ബോധവാന്മാരില്ല. എനിക്ക് തോന്നുന്നത് ഭാരതമെമ്പാടും ഒരു വൈജ്ഞാനിക തീർത്ഥയാത്രയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു പുണ്യഭൂമിയായിട്ട് ഇത് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ഒരു നോളജ് പിൽഗ്രിം സെന്റർ ആയിട്ട് ഇത് കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കും മറ്റും ഇതൊരു പ്രചോദനമാകും. ഈ ഗ്രാനൈറ്റ് സ്റ്റോൺ കാണുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഉത്തേജനം നൽകും. അത്രയ്ക്കുള്ളൊരു അദ്ദേഹത്തിൻ്റെ പുണ്യപാദസ്പർശം അനുഭവിക്കാൻ ഭാഗ്യമുള്ള രണ്ട് ഗ്രാൻഡ് സ്റ്റേറ്റുകൾ. ഇത് ശരിക്ക് ഗവൺമെൻറ്റോ മറ്റ് സന്നദ്ധ സംഘടനകളോ ഒരു മുൻകൈ എടുത്തില്ല എങ്കിൽ കാലക്രമേണ ഇത് കംപ്ലീറ്റ് ഓർമ്മയിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഇപ്പൊ തന്നെ കരിങ്കല്ല് ഇത്രയും പഴക്കമുള്ള ശിലകൾ തന്നെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിൽ. അതെ, ഈ ശിലകൾ തന്നെ ഇവിടെയുള്ള ഈ ശിലകൾ തന്നെ ഇപ്പം ഈ പൊട്ടി ഈ അംഗഭംഗങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അത് തന്നെ പഴക്കത്തിന്റെ പുനരുദ്ധാരണം ചെയ്യേണ്ടതാണ്. ഇവിടെ തന്നെ ഈ വട്ടെഴുത്തിലുള്ള പഴയ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ശരിക്ക് പുരാവസ്തു ഗവേഷകരും മറ്റും മുൻകൈയെടുത്ത് ഇതിന് കൂടുതൽ ഒരു പുനരുദ്ധാരണമൊക്കെ ചെയ്യേണ്ടതാണ്. അത് ശരിക്കത് കേരളത്തിനോട് മാത്രമല്ല, ഭാരതത്തിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വൈജ്ഞാനിക കുതികൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു സംഭാവനയായിരിക്കും. കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവനെക്കുറിച്ച് MES അസ്മാബി കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന്റെയും അസ്ട്രോണമിയുടെയും പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹം ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമാണ് ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗണിതശാസ്ത്രത്തിലെ പ്രധാന മേഖലകളായ കാൽക്കുലസ്, ട്രിഗണോമെട്രി, ജിയോമെട്രി, ആൾജിബ്ര എന്നിവയിലൊക്കെ അദ്ദേഹം ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യമായി ഇൻഫിനിറ്റ് സീരീസ് ഉപയോഗിച്ചത് അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ രചനകളെക്കുറിച്ച് അറിയാനും ഒക്കെ ഈ ഡോക്യുമെന്ററി സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായും ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾക്കും അതുപോലെ ഗണിതശാസ്ത്ര ചരിത്രം പഠിക്കുന്നവർക്കും ഈ ഒരു ഡോക്യുമെന്ററി പ്രയോജനപ്പെടട്ടെ. സംഗമഗ്രാമ മാധവന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന കല്ലേറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രവും കല്ലേറ്റിങ്കര ഗ്രാമവും ഭാവിയിൽ ലോകപ്രസിദ്ധമായ ഒരു വൈജ്ഞാനിക തീർത്ഥയാത്രാ കേന്ദ്രമായി മാറും എന്ന് നമുക്ക് ആശിക്കാം.